ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട പിന്നെ ഒരു വീഡിയോ ഉണ്ട്. ചില കുട്ടികൾ പ്രാർത്ഥിക്കുന്നു. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന ടോർച്ചറിങ് എന്താണെന്ന് നമുക്കറിയില്ല. ചില കുട്ടികൾ പിന്നെ ഈ ഒരു അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്കൂൾ കൂട്ടാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇത് എന്തർത്ഥത്തിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്? ഇനി ആ കുട്ടികൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന മാനസികാവസ്ഥയും ആ കുട്ടികൾ അനുഭവിക്കപ്പെടാൻ പോകുന്ന ടോർച്ചറിങ് എത്രയും നമുക്കറിയില്ല. ഇതിൽ ഇസ്ലാമികമായി നമ്മൾ അറിയേണ്ട ഒരു മസല പറയാനാണ് ഞാനിപ്പം ഈ വിഷയം എടുത്തിട്ടത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് സ്വീകരിക്കുമെന്ന. ഇങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ ഒരു അപകടം വരുത്താൻ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമോ? കാരണം ഒരു ഹദീത്ത് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദൂ അലാ അൻഫുസിക്കും, നിങ്ങൾ സ്വന്തത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദൂ അലാ അംവാലിക്കും, സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തുവാഫിഖൂ മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും, അള്ളാഹുവിന്റെ അരികിൽ ഉത്തരം നൽകപ്പെടുന്ന ഒരു സമയമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെങ്ങാനും ആ സമയത്ത് യോജിച്ചു വന്നാൽ അള്ളാഹു അത് സ്വീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം നൽകിക്കാളും എന്നൊരു ഹദീത്തുണ്ട്. ഈ ഹദീത്തും ഈ സംഭവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കും. ഇതിന് തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്, ഇത് സംശയമായി ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇത് അള്ളാഹ് സ്വീകരിച്ച തന്നെയാണ് തീർച്ചപ്പെടുത്തി തീരുമാനം പറഞ്ഞവരുണ്ട്. ഇസ്ലാമാണ് പോവുകയാണ്. ഒരു അപകടം വരുമ്പോഴേക്ക് അവനാന്റെ സമ്പത്തും സ്വത്തും ജീവനും പോണിന് പകരം ഇസ്ലാമാ പോണത്. ബാക്കിയൊക്കെ പോയാലും നഷ്ടമില്ല. ഇസ്ലാം പോവാണ്. കുഫർ പറയാം, അബദ്ധങ്ങൾ പറയാം, വിവരക്കേട് പറയാം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കൊടുക്കില്ല. ഒരാൾ പാപം ചെയ്യാൻ പ്രാർത്ഥിച്ചു, അള്ളാഹ് ഉത്തരം കൊടുക്കില്ല. കുടുംബബന്ധം മുറിക്കാൻ പ്രാർത്ഥിച്ചു, അള്ളാഹ് ഉത്തരം കൊടുക്കില്ല. അത് എപ്പോൾ കൊടുക്കില്ല? ഒരു സമയത്തും കൊടുക്കില്ല. അതേ സമയത്ത് അതിൽ പെട്ടതാണ് ഈ കുട്ടികളുടെ പ്രാർത്ഥന. അതൊരു അപകടത്തിനും സ്വന്തത്തിനെതിരും അന്യായമായ കാരണമില്ലാത്ത പ്രാർത്ഥനയാണ്. അതിനുള്ള ഉത്തരം കൊടുക്കില്ല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ട് അത് ഉണ്ടാക്കിയ ദുരന്തമല്ല. ദുരന്തത്തിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, മലയാളക്കരയിൽ പ്രചരിച്ച പാപങ്ങൾ അത്രത്തോളം ഉണ്ട്. അപ്പോൾ യാഫുവൻക്കെതിരെ അതിൽ കുറേ അള്ള മാപ്പാക്കുകയാണ്. ചിലപ്പോൾ അള്ളാഹു കൊടുക്കും, അത് കണ്ടനുഭവിക്കണോ ചിലപ്പോൾ കൊണ്ടനുഭവിക്കുന്നതിനേക്കാൾ വിഷമുണ്ടാവില്ല. അത് അള്ളാഹ് നന്നാവാൻ വേണ്ടി തരുന്നതാണ്. അതേസമയം ഈ ഹദീസിന്റെ പൊരുൾ എന്താണ്? ഒരാൾ ന്യായമായ ചില പ്രാർത്ഥന ഉണ്ടാവും. ഇപ്പം അതിൽ പണ്ഡിതന്മാർ ഉദാഹരിച്ചു, ഒരു കുട്ടി ഗുരുതക്കേട് കാണിക്കണാകുമ്പം വല്ലാതെ പാപ്പാനോട് പറയിപ്പിച്ചു. അപ്പോൾ വാപ്പാനെ പറയിപ്പിച്ചപ്പോൾ ഈ നശിക്കൊള്ളടാ എന്ന് ന്യായമായി ആ വാപ്പക്ക് പറയാവുന്ന ഒരു വാക്കാണ്. ആ വർത്താനങ്ങാൻ ഇങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ അത് അള്ളാഹ് സ്വീകരിച്ചാണ്. അതേസമയം നിങ്ങൾക്ക് അവിടെ പറയാവുന്നത്, അള്ളാഹ് നിനക്ക് ഹിദായത്ത് നൽകട്ടെ മോനെ, അള്ളാഹ് നിന്റെ കുരുത്തക്കേട് നിർത്തി തരട്ടെ എന്നാണ് ആ മകന് വേണ്ടി ആ വാപ്പ പറയേണ്ടിയിരുന്നത്. അതേസമയം ആ വാപ്പ ധൃതിപ്പെട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്തൊരു വാചകം മനസ്സ് തട്ടി പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സമയത്താണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ സ്വീകരിച്ചാളും. അതുകൊണ്ട് ക്ഷമിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം വായ തുറക്കുക. അല്ലാതെ അന്യായമായ എന്തെങ്കിലും അവനാന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചതോ ഒരു പാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതോ ആയത് സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തില്ലാത്തവനല്ല, ഹക്കീമാണ് റബ്ബ്. അന്യായം പ്രവർത്തിക്കുന്നവനല്ല, ആദിലാണ് റബ്ബ്, നീതിമാനാണ്. ഒരാൾ വെറുതെ പ്രാർത്ഥിക്കുക, അതിന്റെ പേര് അള്ളാഹു സമൂഹത്തിന് ദുരന്തം കൊടുക്കുക, അങ്ങനെയല്ല അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടിയെന്ന് തീരുമാനിക്കാൻ നിൽക്കണ്ട. അത് അതുകൊണ്ടല്ല, അങ്ങനെ തന്നെ നമ്മൾ പറയും, തീർച്ചപ്പെടുത്തി പറയും. അത് അള്ളാഹ് നമുക്ക് വഹി എന്നുകൊണ്ടല്ല, അത് അള്ളാഹിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. ആ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഈ ദുരന്തം വന്നത്. കാരണം ആ കുട്ടികളുടെ പ്രാർത്ഥനയിൽ നീതിയില്ല, ന്യായമില്ല, അതിനുള്ള ഉത്തരം കൊടുക്കില്ല. അതൊരു വ്യക്തി പ്രാർത്ഥിച്ചാലും അള്ളാഹ് കൊടുക്കില്ല. നീതിയും ന്യായവും ഉണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുത്തു. പക്ഷെ ആ പ്രാർത്ഥിക്കണോ നിങ്ങളൊന്ന് ആലോചിച്ചാളിയാണ്.